ശ്രീരാമ പട്ടാഭിഷേകത്തിനു ശേഷം കാമദേവനെപ്പോലെ ശരീരശോഭയുള്ളവനും മഞ്ഞപ്പട്ടുടുത്തവനും ഇടതുഭാഗത്ത് സീതയോടുകൂടിയവനും രഘുകുലനായകനും രാവണനാശകനും ദയാപരനുമായ ശ്രീരാമചന്ദ്രനെ ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അപ്സരസ്ത്രീകൾ എന്നിവർ പൂർണ്ണ ഭക്തിയോടെ പുഷ്പവൃഷ്ടി നടത്തി ഭജിക്കുവാൻ തുടങ്ങി. അന്നേരം ശ്രീ പരമേശ്വരൻ പാർവതിയോടൊപ്പം വന്ന് ശ്രീരാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. രാമായ ശക്തിയുക്തായ നമോ നമ, ശ്യാമളകോമളരൂപായ തേ നമ, കുണ്ടലീനാഥതൽപായ നമോ നമ, കുണ്ടലമണ്ഡിതഗണ്ഡായ തേ നമ, ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ, ആദ്യമദ്യാന്തഹീനായ നമോ നമ, വേദസ്വരൂപായ രാമായ തേ നമ, വേദാന്തവേദ്യായ വിഷ്ണുവേ തേ നമോ, വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ. ചന്ദ്രചൂഡൻ പുകഴ്ന്നോരു നേരം വിഭൂതേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ. തൊൽപ്രസാദത്താലവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും. അന്നന്നിവണ്ണമോരോ തരമാപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നുത്തമ പുരുഷ ഞാൻ പറയേണമോ. എല്ലാം ഭവൽ കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ആദിരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശരവംശവിനാശനനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യത്നഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൊൽക്കടാക്ഷത്താലതൊക്കെ ലഭിച്ചിതു. ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. തൊൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷപ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായതിഷ്ടലാഭത്തിനാൽ. പിണ്ടോദങ്ങളുദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനനാകിയ രാമനെ. രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ. പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ടാന്തകൻ തന്നെ നിരാമയം. അന്തനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും. ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ടനാരദം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിതേ നിൻചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാനവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം. പന്നകതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേ വയം വന്ദാമഹേ വയം.
കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്ന്നാരതിദ്രുതം. കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം അമ്പരമാർഗെ നടക്കുമാറില്ലിനി നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തിത്തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യഭാരിതേ. രക്താരവിന്ദാഭ പൂണ്ടഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമ. ചാരുരൂപം തേടും അപ്സരസാം ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ. തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യന്മധൂര പദങ്ങളാൽ തുഷ്ട്യ കനക്കെ സ്തുതിച്ചോരനന്തരം. രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാർ. സച്ചിൽ പരബ്രഹ്മ പൂർണ്ണമാത്മാനന്ദമച്യുതമദ്വയമേകമനാമയം ഭാവനയാൽ ഭഗവത്പാദാംബോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം. സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം. രാമാഭിഷേക തീർത്ഥാർദ്രവിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം. ചന്ദ്രബിംബാനനം ചാർവായതഭുജം ചന്ദ്രികാ മന്ദഹാസോജ്വലം രാഘവം. ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകൊണ്ടാനന്ദമുൾക്കൊണ്ടിരുന്നിതെല്ലാവരും. ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടുകൂടി ശ്രീരാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ശ്യാമള കോമളരൂപ അനന്തശായി ശ്രീരാമദേവ, അങ്ങേക്കു നമസ്കാരം. ആദിമധ്യാന്തങ്ങളില്ലാത്തവനും വേദസ്വരൂപനും വേദാന്തവേദ്യനുമായ ഭഗവാനെ, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ശ്രീ പരമേശ്വരൻ ഇപ്രകാരം സ്തുതിക്കുന്നത് കണ്ട് ദേവേന്ദ്രനും ഭക്തിപൂർവം ശ്രീരാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ബ്രഹ്മാവിൻ്റെ വരം ലഭിച്ച അഹങ്കാരിയായ രാവണനെയും എന്നെ ബന്ധിച്ച ഇന്ദ്രജിത്തിനെയും നശിപ്പിച്ച കാരണം എനിക്കിന്ന് സൗഖ്യം ലഭിച്ചു. ഓരോ അവസ്ഥയിലും ആപത്തുകൾ ഉണ്ടാകുമ്പോൾ എന്നെ രക്ഷിക്കുവാൻ ഇത്രയും കാരുണ്യം മറ്റാർക്കുമില്ല. നാഥ, അങ്ങയെ ഞാൻ നമിക്കുന്നു. ആദിത്യന്മാർ, രുദ്രന്മാർ, വസുക്കൾ തുടങ്ങിയവരും രാക്ഷസവംശ വിനാശനകാരിയായ ശ്രീരാമനെ സ്തുതിക്കാൻ തുടങ്ങി. അജ്ഞാനിയായ രാവണൻ യത്നഭാഗങ്ങളെല്ലാം തട്ടിയെടുത്തു. അങ്ങയുടെ കടാക്ഷത്താൽ അതെല്ലാം ഇന്ന് വീണ്ടുകിട്ടി. ഇതോടെ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തീർന്നു. അങ്ങയുടെ പാദങ്ങൾ നിത്യവും ഭജിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതിനായി ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിച്ചിടണമേ. രാജീവനേത്ര, ലോകാഭിരാമ, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. ഭക്തിപൂർവം പിതൃക്കളും ശ്രീരാമഭദ്രനെ മനസ്സറിഞ്ഞു പുകഴ്ത്താൻ തുടങ്ങി. ദൈവമേ, ദുഷ്ടനായ രാവണൻ വധിക്കപ്പെട്ടത് കാരണം ഞങ്ങളിന്ന് സന്തുഷ്ടരായി. ഈ 3 ലോകങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. പിണ്ടങ്ങളെല്ലാം ലഭിക്കാൻ തുടങ്ങിയതോടെ ഞങ്ങൾ സന്തുഷ്ടരായി. രാക്ഷസ വിനാശകാരിയായ ശ്രീരാമനെ യക്ഷന്മാരൊക്കെ സ്തുതിക്കുവാൻ തുടങ്ങി. പാപവിനാശന രാവണനെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ഗരുഡവാഹന, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങയെ ഞങ്ങൾ നിത്യവും നമിക്കുന്നു. അഹങ്കാരിയായ രാവണനെ ഭയന്ന് ഞങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നു. കരുണാനിധേ, ഇന്നു മുതൽ അങ്ങയുടെ ചരിതങ്ങൾ സ്തുതിച്ചു പാടിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കാം. അങ്ങയുടെ പാതാരവിന്ദങ്ങളെ നിത്യവും നമിക്കുന്നു. ഇങ്ങനെ ഗന്ധർവന്മാർ ശ്രീരാമനെ സ്തുതിച്ചു. കിന്നരന്മാരും ശ്രീരാമനെ മനോഹരമായി പുകഴ്ത്താൻ തുടങ്ങി. ദുഷ്ടനായ രാവണനെ വധിച്ച് ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിക്കാൻ അവകാശമുണ്ടായി വന്നത് നിന്റെ കാരുണ്യവൈഭവം കൊണ്ടുതന്നെയാണ്. അനന്തശായിയായ അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ വന്ദിക്കുന്നു. കിംപുരുഷന്മാർ ശ്രീരാമപാദങ്ങളെ ഭക്തിപൂർവം വന്ദിച്ചുകൊണ്ട് പറഞ്ഞു. രാവണനെന്നു കേട്ടാൽ പേടിച്ച് ഞങ്ങൾ ആകാശത്തിലൂടെ സഞ്ചരിക്കില്ലായിരുന്നു. ഇപ്പോൾ ആ ഭയമെല്ലാം മാറി.
ഇനി നിത്യവും അങ്ങയെ ഭജിക്കാൻ കഴിയുമാറാകണേ. സിദ്ധന്മാർ തങ്ങളുടെ മനോരഥം സാധിച്ചതുകൊണ്ട് രാഘവനെ പുകഴ്ത്തി തുടങ്ങി. യുദ്ധത്തിൽ രാവണനെ വധിച്ച ഞങ്ങളുടെ ഭയമെല്ലാം അകറ്റിയ കാരുണ്യവാരിതെ, അങ്ങയുടെ ചെന്താമര കാലുകളിൽ നിത്യവും നമിക്കുന്നു. വിദ്യാധരന്മാർ അത്യാദരവോടെ ഗദ്യപദ്യങ്ങൾ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു. വിദ്വാൻമാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തത്വസ്വരൂപനും പരമാത്മാവുമായ അങ്ങേക്കു നമസ്കാരം. അപ്സരസ്സുകളും ചാരണന്മാരും നാഗന്മാരും മരുത്തുക്കളും ആകാശസഞ്ചാരികളായ മറ്റുള്ളവരും സ്പഷ്ടവും മനോഹരവുമായ പദങ്ങളാൽ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു. അതുകഴിഞ്ഞ് ശ്രീരാമൻ്റെ അനുഗ്രഹം നേടിക്കൊണ്ട് എല്ലാവരും ആഗ്രഹം സഫലമായതിലുള്ള ആഹ്ലാദത്തോടെ അവരവരുടെ വസതികളിലെത്തി. താരകബ്രഹ്മത്തെയും ധ്യാനിച്ച് ദുഃഖങ്ങളെല്ലാം അകന്നു വസിച്ചു. പരബ്രഹ്മസ്വരൂപനും അദ്വൈനുമായ ഭഗവാന്റെ പാദങ്ങളെ ത്രിലോകവാസികളും ധ്യാനിച്ചു വസിച്ചു. സിംഹാസനത്തിൽ സീതയോടൊത്ത് സിംഹവിക്രമനും സൂര്യകോടി ശോഭിതനും സോദരന്മാർ, വാനരന്മാർ, താപസന്മാർ, രാക്ഷസന്മാർ, ബ്രാഹ്മണന്മാർ എന്നിവരാൽ സേവിക്കപ്പെടുന്നവനുമായ ഭഗവത് രൂപം കണ്ട് എല്ലാവരും ആനന്ദിച്ചു. ഹരി ഓം.